ഭഗത് സിംഗ് വിപ്ലവത്തിൻ്റെ തീജ്വാല. ഭഗത് സിംഗിനെ പോലൊരു വിപ്ലവകാരി ഇന്ത്യയിൽ വേറെയില്ല. അന്നും ഇന്നും എന്നും. 5 ദിവസം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ 1932 മാർച്ച് 23 ലാഹോർ സെൻട്രൽ ജയിലിൽ ധീരനായ ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജഗുരുവിനെയും തൂക്കിലേറ്റി. 92 വർഷങ്ങൾക്ക് ശേഷവും അവർ അനശ്വരരായി ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നു. ഗാന്ധിജിയും ഇർവിൻ പ്രഭുവുമായുള്ള സംഭാഷണത്തിനിടയിൽ ഇവരുടെ വധശിക്ഷ റദ്ദാക്കാനോ ലഘൂകരിക്കാനോ ഗാന്ധിജി ആത്മാർത്ഥമായ ഒരു ശ്രമവും നടത്തിയില്ല. ഈ ധീര ദേശാഭിമാനികളുടെ മൃതശരീരങ്ങൾ പ്രാകൃതവും മനുഷ്യത്വരഹിതവുമായി മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുകയും പകുതി വെന്തരിഞ്ഞ ഭൗതികാവശിഷ്ടങ്ങൾ രാത്രിയുടെ മറവിൽ സത്ലജ് നദിയിൽ ഒഴുക്കിവിട്ട ശേഷം പട്ടാളം ബാരക്കുകളിലേക്ക് മടങ്ങി. ഭഗത് സിംഗ് മുഴക്കിയ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം അന്തരീക്ഷത്തിൽ മാറ്റൊലിക്കൊണ്ടു. ലാല ലജ്പത് റായ് എന്ന സ്വാതന്ത്ര്യ സമര നേതാവിനെ തലക്കടിച്ചു പരിക്കേൽപ്പിച്ച ജനറൽ സാൻഡേഴ്സനെ വെടിവെച്ച 4 അംഗ സംഘത്തിൽ ഭഗത് സിംഗും കൂട്ടരും ഉണ്ടായിരുന്നു. ആ കേസിലാണ് ഭഗത് സിംഗ് ഉൾപ്പെട്ടതും ശിക്ഷിക്കപ്പെട്ടതും. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞ ഭഗത് സിംഗ് പ്രഖ്യാപിച്ചു, ഇത് ആരെയും കൊല്ലാനല്ല, നിങ്ങളെ ഭയപ്പെടുത്താനാണ്. വധശിക്ഷ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ഭഗത് സിംഗ് പറഞ്ഞു, ഞാൻ ഈ പുസ്തകമൊന്ന് വായിച്ചു തീർത്തോട്ടെ. ലെനിനെക്കുറിച്ചുള്ള പുസ്തകം അടച്ചുവെച്ചിട്ട് ഭഗത് സിംഗ് എഴുന്നേറ്റു. ഇനി നമുക്ക് പോവാം. അക്ഷോഭ്യനായി എന്ന് പറഞ്ഞു നീങ്ങുന്ന ചിത്രം കൺമുമ്പിൽ കാണുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ഞങ്ങളെ തൂക്കിക്കൊല്ലുന്നതിന് പകരം വെടിവെച്ചു കൊല്ലാൻ പാടില്ലേ എന്ന് അവർ പറഞ്ഞത് ഇപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തും. കൊലക്കയർ കഴുത്തിൽ മുറുകുന്നതിന് മുൻപ് ഭയാക്രാന്തനായി നിൽക്കുന്ന മജിസ്ട്രേറ്റിനോട് ഭഗത് പറഞ്ഞു, ഞങ്ങളുടെ മുഖം കറുത്ത തുണി കൊണ്ട് മൂടേണ്ട, ഞങ്ങൾക്ക് കണ്ണ് തുറന്ന് തപ്പിത്തടയാതെ നടക്കണം, ഞങ്ങളുടെ കൈകൾ പിന്നിൽ ബന്ധിക്കേണ്ട, ഞങ്ങൾക്ക് സ്വതന്ത്രരായി നടക്കണം. ആ അപേക്ഷ ചട്ടങ്ങൾ മറികടന്നുകൊണ്ടാണെങ്കിലും ജയിൽ അധികൃതർ സ്വീകരിച്ചു. ഭഗത് സിംഗ് ചിരിച്ചുകൊണ്ട് മജിസ്ട്രേറ്റിനോട് പറഞ്ഞു, സർ, താങ്കൾ എത്ര ഭാഗ്യവാനാണ്. വിപ്ലവകാരി സ്വന്തം ആദർശത്തിനു വേണ്ടി വധശിക്ഷയെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുന്നത് അങ്ങയ്ക്ക് നേരിൽ കാണാനാവുമല്ലോ. ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് 13-ാം വയസ്സിൽ പാഠപുസ്തകം വലിച്ചെറിഞ്ഞ് DAV സ്കൂളിൽ നിന്ന് ഭഗത് സിംഗ് ചാടിയിറങ്ങി. ആ യുവാവാണ് 25-ാം വയസ്സിൽ തൂക്കുമേടയിലേക്ക് കയറിയത്. ഈ സംഭവം ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും ഞെട്ടിച്ചു. മഹാത്മാഗാന്ധി ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം മൗനവ്രതത്തിലായിരുന്നു. ജനങ്ങളും നേതാക്കളും ഗാന്ധിജിയുടെ നിസ്സംഗതയെ പഴിച്ചു. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ യാത്ര ചെയ്ത ഗാന്ധിജിയെ സ്വീകരിക്കാൻ സാധാരണ കൂടാറുള്ള ജനക്കൂട്ടം ഇത്തവണയും കൂടി. പക്ഷേ എന്നാൽ ഗാന്ധിയോടുള്ള പ്രതിഷേധമാണ് അവർ അറിയിച്ചത്. ഭഗത് സിംഗിൻ്റെ ഘാതകൻ ആര്? ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിക്കും. മറ്റുള്ളവർ വിളിച്ചു പറയും, ഗാന്ധി, ഗാന്ധി, ഗാന്ധി എന്ന്. കീലിൽ മുക്കിയ പൂച്ചെണ്ടുകൾ ജനം കമ്പാർട്ട്മെൻറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. കോൺഗ്രസ് സമ്മേളനത്തിൽ എത്തിയ ഗാന്ധിജിക്ക് നൽകാൻ നേതാജി ചന്ദ്രബോസ് ഒരു വെള്ളി നൂലിൽ ചുവന്ന ചായം പുരട്ടി ഭഗത് സിംഗിൻ്റെ ചോര എന്ന് പറഞ്ഞ് സമ്മാനിക്കാൻ കൊണ്ടുവന്നിരുന്നുവത്രേ. ത്യാഗത്തിൻ്റെയും അഹിംസയുടെയും മൂർത്തിമദ്ഭാവമായിരുന്ന മഹാത്മാഗാന്ധി ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷിത്വത്തിൽ മൗനം ഭജിച്ചത് എനിക്ക് ഒട്ടും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. ഭഗത് സിംഗ് എന്ന വിപ്ലവത്തിൻ്റെ അഗ്നിസ്ഫുലിംഗവും ഗാന്ധിജി എന്ന അഹിംസയുടെ മഹാമേരുവും 2 ധ്രുവങ്ങളിലെ വ്യക്തിത്വങ്ങളാണ്. സെപ്റ്റംബർ 28 ഭഗത് സിംഗിൻ്റെ ജന്മദിനമാണ്. വിപ്ലവകാരിയായ ഭഗത് സിംഗ് ഒരു നിരീശ്വരവാദിയായിരുന്നു. പുസ്തക വായനയും ചിന്തയും പുസ്തകരചനയും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ട് ഞാനൊരു നിരീശ്വരവാദിയായി ജയിൽ ഡയറി
എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധങ്ങളാണ്. ഭഗത് സിംഗിന് നമോഭാഗം.